ഇപ്പൊ എന്താ ഈ മനമാറ്റത്തിന് കാരണം? എന്റെ മനസ്സില് ദേവി ചില അരുളപ്പാടുകൾ നടത്തി. ഏത് ദേവി? കരിനീലിക്കാവിലെ അമ്മയാണോ? ആ, ഇത് വേറൊരു ദേവി. ഏതായാലും ആ ദേവി എന്റെ കണ്ണു തുറപ്പിച്ചു. ഞാൻ ധരിച്ചു വെച്ചിരുന്ന പലതും തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായി. രത്നേ, രത്നേ, നിന്റെ വിവാഹം ഉറപ്പിക്കുന്നതിന് മുമ്പ് നിന്റെ അഭിപ്രായം ഞാൻ ചോദിക്കണമായിരുന്നു. നിന്റെ മനസ്സറിയാൻ ഞാൻ ശ്രമിക്കണമായിരുന്നു. ഞാനത് ചെയ്തില്ല. അത് വല്ലാത്ത തെറ്റായിപ്പോയി. അത് ഏട്ടാ, അത് ഞാൻ എന്തായാലും ഇപ്പൊ വന്ന ആലോചന ഞാൻ വേണ്ടെന്ന് ഉറപ്പിച്ചു. ഇനിയൊരു ആലോചന വരുമ്പോ മോളുടെ മനസ്സിലുള്ള ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ഏട്ടൻ അറിയണം. അങ്ങനെ ഒരു ചെറുക്കനായിരിക്കും ഏട്ടൻ ഇനി കണ്ടുപിടിക്കുക. അല്ല, ഇനി മോളുടെ മനസ്സിൽ വേറെ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അതും ഏട്ടനോട് പറയാം. അങ്ങനെ ആരെങ്കിലും മോളുടെ മനസ്സിലുണ്ടോ? നിങ്ങളോട് ഞാൻ ഇത് തന്നെ പറയാം. നിങ്ങളുടെ മനസ്സിൽ എന്ത് ഇഷ്ടമുണ്ടെങ്കിലും താല്പര്യം ഉണ്ടെങ്കിലും അതെന്നോട് പറയണം. അത് എന്ത് തന്നെ ആയാലും മനസ്സ് തുറന്ന് ഏട്ടനോട് സംസാരിക്കണം. ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നുമില്ല ഏട്ടാ. ഏട്ടന്റെ ഇഷ്ടമാണ് ഞങ്ങളുടെ ഇഷ്ടം. ഏട്ടന്റെ തീരുമാനമാണ് ഞങ്ങളുടെയും തീരുമാനം. അല്ലേ രശ്മിച്ചി? അല്ലേടി കുഞ്ഞി? അതെ അതെ, ചേട്ടന്റെ ലൈക്കും കമന്റും ആണല്ലോ ഞങ്ങളുടെ ലൈക്കും കമന്റും. ഇന്നലെ വരെ അതായിരുന്നു ഇവിടുത്തെ രീതി. പക്ഷെ ഇനി അങ്ങനെ വേണ്ട. നിങ്ങളുടെ ഇഷ്ടമാണ് ഏട്ടന്റെ ഇഷ്ടം. ഈ ഏട്ടൻ ജീവിക്കുന്ന തന്നെ എന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാ. അപ്പോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ കണ്ടറിഞ്ഞ് നേടിത്തരേണ്ടതും ഏട്ടൻ തന്നെയല്ലേ? അല്ലേ? ആണ്. മോളുടെ മനസ്സിലെന്താണെന്ന് ഇതുവരെ ഏട്ടനോട് പറഞ്ഞില്ല. പറ മോളെ, മോളുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ?